മെട്രോ റെയിലിന്റെ കടന്നുവരവിനായി കാത്തിരിക്കുകയാണ് രാജനഗരി. സുരക്ഷിതമായ ഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന ഒരുപറ്റം കുടുംബങ്ങളും ഇതേ രാജനഗരിയിലുണ്ട്. തൃപ്പൂണിത്തുറ മോനപ്പള്ളിക്കടവിലെ കല്ലുവെച്ചക്കാട് നിവാസികളുടെ പാലം എന്ന സ്വപ്നം ഇന്നും സ്വപ്നമായി തന്നെ തുടരുന്നു. തൃപ്പൂണിത്തുറ നഗരസഭയിലെ 34-ാം വാർഡിൽ ഉൾപ്പെട്ട മോനിപ്പള്ളിക്കടവിലെ കല്ലുവെച്ചുകാട് നിവാസികൾ മുട്ടാത്ത വാതിലുകളില്ല. തങ്ങളുടെ സ്വന്തം ഗൃഹത്തിലേക്ക് എത്തുന്നതിന് ഒരു പാലം എന്നതാണ് ഇവരുടെ പ്രധാന ആവശ്യം. വലിയ പാലം വേണമെന്ന പിടിവാശിയൊന്നുമില്ല ഇവിടുത്തുകാർക്ക്. കാൽനടയായിട്ടെങ്കിലും സഞ്ചരിക്കുന്നതിന് തൂക്കുപാലം മതിയെന്ന നിസ്സാര ആവശ്യമേയുള്ളൂ. ഇവിടെ 10 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതിൽ 12ഓളം കുരുന്നുകൾ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. ഇവരുടെ യാത്ര കണ്ടു നിൽക്കുന്ന ആർക്കും നെഞ്ചിടിപ്പുണ്ടാകും. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ ചെറുവള്ളം, കൂടാതെ വള്ളത്തിന്റെ ഭാഗങ്ങൾ തകർന്ന നിലയിലുമാണ്. ഓരോ തവണ യാത്ര ആരംഭിക്കുമ്പോഴും വള്ളത്തിലെ വെള്ളം തേകിക്കളയേണ്ടി വരും. അല്ലെങ്കിൽ അപകടം സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയാണ്. ഈ വള്ളത്തിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്നത്. വഞ്ചി അക്കരയിലാണെങ്കിൽ വരാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ താമസിക്കും. അപ്പോൾ ടീച്ചർ HMനെയൊക്കെ കണ്ടിട്ട് കയറിയാൽ എന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക്. കുറച്ച് ദിവസം മുമ്പ് ഇത് ഫുള്ളും വെള്ളം കയറി മുങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ ചെറുവഞ്ചി എടുത്ത് അങ്ങനെ ഒരുപാട് വൈകി. അതിവിടെ പോളറിഞ്ഞ് കഴിയുമ്പോഴാണ് പണിയാണ്. അത് സ്കൂളിൽ പോകാൻ വൈകും. പിന്നെ ടീച്ചർ പുറത്തൊക്കെ എത്തും ക്ലാസ്സിൽ. അപ്പോൾ സ്പെഷ്യൽ തുടങ്ങുമ്പോൾ അതിനും പണിയാവും. ഇപ്പോൾ 10ാം ക്ലാസ്സിലായത് കാരണം സ്പെഷ്യൽ ഉണ്ടാവും രാവിലെയും വൈകുന്നേരം. അപ്പോൾ രാത്രിയൊക്കെ വീട്ടിട്ട് പോകാനും ബുദ്ധിമുട്ടാവും. നഗരസഭ തീർത്തും അവഗണിച്ച ഈ പ്രദേശത്തുകാർക്ക് സഹായിയായി ഒരു കടത്തുകാരൻ പോലുമില്ല. വിദ്യാർത്ഥികളും മുതിർന്നവരും സ്വയം തുഴഞ്ഞാണ് വീടുകളിൽ നിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് വീടുകളിലേക്കും എത്തുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിച്ച വള്ളം മറിഞ്ഞും മറ്റുമെല്ലാം നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിരുന്നു. അന്ന് ആളപായമുണ്ടാകാതെ രക്ഷപ്പെടുകയുമുണ്ടായി. ഞങ്ങളൊക്കെ വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്. പേടിയുണ്ടോ ഇങ്ങനെ വെള്ളത്തിൽ വരാൻ? പേടിയൊക്കെ ഉണ്ട്. പാലം വേണമെന്ന് ആവശ്യമുണ്ട്. അപ്പം മരുന്നിന് പോകാനും പറ്റും. ഈ പാടികേടൊക്കെ വരുമ്പോൾ ഈ വഞ്ചിക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ട്. നഗരസഭ ഇടപെട്ട് ഇവിടെ പുതിയ വള്ളം കൊണ്ടുവരാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പോളപ്പായൽ എന്ന വിപത്ത് നമ്മുടെ ജലാശയങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതിനാൽ പുതിയ വള്ളം അത്ര ഫലവത്താവില്ല. ആ വഞ്ചിപ്പിക്കനെ കിടന്നിട്ട് ഇപ്പോൾ ഒരു 2-3 കൊല്ലത്തിൽ കൂടുതലാണ്. പല അപേക്ഷകളൊക്കെ നമ്മൾ കൊടുത്തത് പാലം വേണമെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഇതുവരെ പാലം വന്നിട്ടില്ല. നടപ്പാലം മതി നമുക്ക്. വലിയ പാലമൊന്നും വേണമെന്നില്ല. വഞ്ചി മുനിസിപ്പാലിറ്റി അനുവദിച്ചതെന്ന് പറയുന്നുണ്ട്. വഞ്ചി വന്നിട്ടില്ല ഇതുവരെ. വഞ്ചി കൊണ്ട് പ്രശ്നം തീരില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ പോള വന്നു കഴിഞ്ഞാൽ പിന്നെ വഞ്ചിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ നടപ്പാലെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള ഇത് ഗുണമുള്ളൂ. ഞങ്ങൾ ഒരുപാട് അപേക്ഷ കൊടുത്തതാണ്. ഇപ്പോൾ 79-ൽ നമ്മുടെ ബാബു MLA ആയിട്ട് വന്ന സ്ഥലം തൃപ്പൂണിത്തുറ. പുള്ളി ഇപ്പോൾ മന്ത്രിയായിട്ട് പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ വോട്ടിൻ്റെ സമയത്തൊക്കെ പുള്ളി വന്ന് പോയെന്നല്ലാണ്ട് പിന്നെ ഇതേവരെ ഈ കല്ലുവെച്ചാർന്ന പ്രദേശം പുള്ളി കണ്ടിട്ടില്ല. നിലവിൽ ഇവിടുത്തുകാർക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വസ്തുക്കൾ എത്തിക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനു പോലും വള്ളത്തെ തന്നെ ആശ്രയിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു അവികസിത മേഖലയായി തുടരുന്നു. മുൻപ് ഇവിടെ ഒരു മരണമുണ്ടായപ്പോൾ അവസാനമായി മരിച്ച വ്യക്തിയെ കാണാനെത്തിയവർ വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ പോയതായും ഇവിടുത്തുകാർ പറയുന്നു. വഞ്ചി മുങ്ങി, പിന്നെ ആൾക്കാരൊക്കെ പിടിച്ച് അവരൊക്കെ പേടിച്ചാ പിന്നെ ഇങ്ങോട്ട് വന്നു. പിന്നെ വഞ്ചി മുങ്ങിയവരാരും ഇങ്ങോട്ട് വന്നില്ല. പിന്നെ അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടാണ് പിന്നെ കണ്ടത്. പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ പല ഇതിൽപ്പെട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. പോള വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പാലം വരുന്നെങ്കിൽ ഞങ്ങൾക്ക് പോകാനും വരാനും ഒക്കെ നല്ല സുഖമാണ്. പോള വന്നു കഴിഞ്ഞാൽ വഞ്ചി വന്നാലും വലിച്ചാൽ പോകാൻ പറ്റില്ല. 2 പേരെങ്കിലും വേണം അപ്പുറത്ത് വലിച്ചു പോകാനായിട്ട്. കേവലം 45 മീറ്ററോളം മാത്രം തൂക്കുപാലമോ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഒരുക്കിയാൽ കല്ലുവെച്ചുകാട് നിവാസികളുടെ ദുരിത ജീവിതത്തിന് അറുതിയാകും. നഗരസഭ അതിനായി വലിയ തോതിലുള്ള പണമൊന്നും ചിലവഴിക്കേണ്ടി വരില്ല. ആളപായമുണ്ടാകുന്ന അപകടം സംഭവിച്ചാലാണോ ഇവിടെ പാലം നിർമ്മിക്കൂ എന്ന ആശങ്കയും ഇവിടുത്തുകാർ പങ്കുവയ്ക്കുന്നു.